I came to save the lost. കാണാതെ പോയവരെ രക്ഷിപ്പാനല്ലോ ഞാൻ വന്നത്. What did he mean by that? എന്താണ് യേശു കാണാതെ പോയവരെ രക്ഷിപ്പാനല്ലോ വന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? Once that is done, then we can cast out the demon that is causing him to slow down. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ തോമസിന്റെ വേഗതയെ കുറയ്ക്കുന്ന, തൻ്റെ കാലുകളുടെ വേഗതയെ കുറയ്ക്കുന്ന ശക്തിയെ നമുക്ക് തുരത്തി ആ പൈശാചിക ശക്തികളെ പുറത്താക്കാൻ നമുക്ക് സാധിക്കും. So we all have emotions. നമുക്കെല്ലാവർക്കും വികാരങ്ങളുണ്ട്. So we have emotion of anger. കോപം എന്ന വികാരം. But some of you are not sure what emotional healing that you need. നിങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ളതായ ആ വൈകാരിക സൗഖ്യം ഏതൊക്കെയാണെന്ന് ഇനിയും അറിയാത്ത ചിലരുണ്ട്. Some of you already know this is the area where I need emotional healing. ഇതിനോടകം തന്നെ, ഇപ്പൊ ഈ ക്ലാസ് നടന്നതിനോടകം തന്നെ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെല്ലാം വികാരങ്ങൾക്ക് സൗഖ്യം വേണമെന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. No, you have already not that you know, I've learned from what I've taught you, but you already know before you came here. ഞാൻ പഠിപ്പിച്ചത് കൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം ഏതെല്ലാം നിങ്ങളുടെ വൈകാരിക തലത്തിൽ ഏതെല്ലാം മേഖലയിൽ നിങ്ങൾക്കൊരു സൗഖ്യം, വിടുതൽ വേണമെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. So in this model that we follow, we pick one emotions and look at who in my family line has contributed towards it, who are in relation with me, who have contributed towards this, what is my belief system, what decisions I have made, and what trauma has contributed towards this. ഇവിടെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ കുടുംബ ബന്ധത്തിൽ നിന്നും തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത്, അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്നതായ തൻ്റെ ചിന്താഗതിയിൽ നിന്നുണ്ടായത്, താൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്നുണ്ടായത്, തൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത മാനസിക വേദനയിൽ നിന്നും, കഠിനമായ മുറിവിൽ നിന്നുണ്ടായ വേദനയിൽ നിന്ന് തന്നെ സ്വാധീനിച്ച ആ ഘടകങ്ങളെ എല്ലാം നമ്മൾ നോക്കും. Are you understanding? But we will pick one emotion at a time. എന്നാൽ ഒരു സമയത്ത് നമ്മൾ ഒരു വികാരത്തെ മാത്രമേ എടുക്കത്തുള്ളൂ. So each one of you will pick your own emotion. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏത് വികാരമാണ്, വൈകാരിക തലത്തിലെ ഏത് ഭാഗമാണെന്ന് നിങ്ങൾ തന്നെ സ്വയം എടുക്കുക. How many of you already know which area or one emotion that you need freedom from or healing in? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട അല്ലെങ്കിൽ സൗഖ്യം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഭാഗം, ഏതെങ്കിലും ഒരു വികാരം, അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ നോക്കുക. So if you already know, can I see hand? നിങ്ങൾക്കറിയാം എനിക്ക് ഇന്നതിൽ നിന്നും എനിക്കൊരു മോചനം ആവശ്യമാണ് എന്നറിയാവുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കേ. എനിക്ക് ഈ മേഖലയിൽ എനിക്കൊരു വിടുതൽ വേണം. So I want to see the hands of those who do not know what emotion you need help, not in area, but what emotion you need healing in. ഏത് വികാരത്തിനാണ് നിങ്ങൾക്ക് സൗഖ്യം വേണ്ടത് അതെനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവർ കൈ ഒന്ന് ഉയർത്തിക്കേ. Who gets affected by your behaviors? നിങ്ങളുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ വികാരം കൊണ്ട് ആർക്കാണ് മുറിവേറ്റത് അല്ലെങ്കിൽ ആർക്കാണ് ബാധിക്കപ്പെട്ടത്? Who gets impacted by your emotions the most? ഏറ്റവും അധികം നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ ആ വികാരം കൊണ്ട് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടവർ ആരാണ്? Your immediate family. ആദ്യം ആർക്കാണ്? നമ്മുടെ അടുത്തുള്ള ഏറ്റവും അടുത്ത കുടുംബത്തിനാണ്. Either it can be the husband or the wife. ഒരു പക്ഷെങ്കിൽ അത് ഭർത്താവാകാം, അല്ലെങ്കിൽ ഭാര്യയാകാം, or your children, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം, or your other family members, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽപ്പെട്ട മറ്റുള്ളവരാകാം. That is the easiest way to pick up what emotions you are operating in if you talk to them. ആമേൻ. നിങ്ങൾ അവരോട് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം അവരോട് ചോദിച്ചാൽ മതി. But sometimes they can be very harsh with you. എന്നാൽ ചില സന്ദർഭത്തിൽ അവർ നിങ്ങളോട് വളരെയധികം കോപത്തിലായിരിക്കാം. So they will be very harsh with you. നിങ്ങളോട് വളരെ പരുഷമായിട്ട്. So if you ask them, they will talk to you very harshly, and it is like going and putting your hand under their shoulder. ആമേൻ. നിങ്ങൾ ഇപ്പൊ അവരോട് ഞാൻ ചോദിച്ചാണല്ലോ, അവർ നല്ല
ചുട്ട മറുപടി ആയിരിക്കും ഇങ്ങോട്ട് തിരിച്ചു തരുന്നത്. കാരണം നമ്മൾ കക്ഷത്തിൽ കൊണ്ട് തല വെച്ച് കൊടുത്ത പോലെ ആയിപ്പോവും. So if you are able to do that, those who do not know, if you are able to do that without them hurting you, please do that. Ask them and they will guide you. ഇനി നിങ്ങൾക്ക് ഏത് തലത്തിൽ ഏത് വികാരത്തിലാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റമെന്ന് അവരോട് ചോദിച്ചാൽ, അവർക്ക് വിഷമം കൂടാത്ത രീതിയിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ അവരൊരു പക്ഷെ പറഞ്ഞു തരും. You will see annexure A, there are various questions in it or various signs in it, symbols in it. ഈ അനക്സർ എ എന്നുള്ള സ്റ്റെപ്പ് 1 എന്നുള്ള പേജിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അവിടെ അനുബന്ധം എ, അതിൽ നിരവധി ചോദ്യങ്ങളും അവിടെ പല കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. Can you read some of them, Pastor? അവയിൽ അനക്സർ എ വായിക്കുകയാണ്. ഹൃദയത്തിൽ ഒരു സമാധാനമില്ല, ഹൃദയത്തിൽ ഒരു പ്രത്യാശയുമില്ല, എൻ്റെ ഹൃദയത്തിൽ ഒരു സ്നേഹവുമില്ല. So among those who put your hand up, if you look through this, you will be able to identify what is really going on. നിങ്ങൾ കൈ ഉയർത്തിയവരുണ്ടല്ലോ, those who do not know, അറിയാൻ മേലാത്തവർ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് നിങ്ങൾക്ക് എവിടെയാണ് സൗഖ്യം വേണ്ടതെന്ന്. ഹൃദയത്തിൽ ഒരു സമാധാനമില്ല. So if you don't have peace in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ നിങ്ങൾ ഒരു പേന കൊണ്ട് അവിടെ ഒരു ടിക്ക് കൊടുക്കുക. Next one. അടുത്തത്, ഹൃദയത്തിൽ ഒരു പ്രത്യാശയുമില്ല. You might have hope but you don't have peace, then you don't tick that. നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് പക്ഷെ സമാധാനമില്ല, അപ്പോൾ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യണ്ട. Are you understanding? So go through that list quickly. നിങ്ങൾ വേഗത്തിൽ ഇതിലെ കൂടെ ഒന്ന് നോക്കുക. So there are some people who will tell you, don't tell me all these things because God is love and he will not do anything to me. ചില ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, കാരണം ദൈവം സ്നേഹമുള്ളവനാണ്, അതുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കത്തൊന്നുമില്ല. So they have got an unteachable heart. അങ്ങനെ അവരെ ഒരിക്കലും നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാമെന്നോ പഠിക്കത്തില്ല. So read the next statement, we'll go there. അടുത്തത്, മറ്റുള്ളവരെ അവരുടെ വഴിയിൽ നടക്കാൻ അനുവദിക്കുന്നു. ബ്രാക്കറ്റിൽ, ഉത്തരവാദിത്തം എടുക്കാൻ ഇഷ്ടമല്ല, തിരസ്കരിക്കപ്പെടുമെന്ന ഭയം, താണ ആത്മാഭിമാനം, സമാധാനപ്രിയൻ, അസുരക്ഷിതാവസ്ഥ. There are many people who want to do something but they will let others lead them. ചില ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെങ്കിൽ ആരെങ്കിലും ഒക്കെ അവരെ ഒന്ന് അതിനു വേണ്ടി നയിക്കണം. No, they let others do it, they let others lead it. മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് അവർ വിചാരിക്കും, അവർ ചെയ്യേണ്ടതാണ്, പക്ഷെ മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് അവരങ്ങ് വിട്ടുകൊടുക്കും. Are you understanding? There are many people who want to do something, they have got the gifting for it, but they will keep quiet, they will not do anything, but they will let others do it. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവർ പല കാര്യങ്ങളും ചെയ്യേണ്ടതാണ്, അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ അവർ വെറുതെ അങ്ങ് ഇരിക്കും, അവരൊന്നും ചെയ്യത്തില്ല, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. So their thinking is like this. അവരുടെ ചിന്ത ഇങ്ങനെയാണ്. You know, that is why we have put those things in bracket. What is their thinking? അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് അവരുടെ ചിന്ത? Some of them are afraid of failure. ചിലര് ഞാൻ ഇനി ചെയ്താൽ പരാജയപ്പെടുമോ എന്നുള്ള പരാജയ ഭീതി. Some of them are afraid that somebody else will criticize them if they make a mistake. ഇനി ഇവരൊരു പിശക് വരുത്തിയാൽ, ഒരു തെറ്റ് വരുത്തിയാൽ മറ്റുള്ളവർ അവരെ വിമർശിക്കുമോ എന്ന ഭയം. Are you understanding? So those are the things there. What is causing them to actually behave like that? ഇങ്ങനെ അവർ പെരുമാറാനായിട്ട് അവരെ എന്തുകൊണ്ടാണ് പ്രേരിപ്പിക്കുന്ന ആ ഘടകം എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? Some of them believe I don't want to draw attention towards myself and therefore I'm not going to do it. എൻ്റെ മേലേക്ക് ശ്രദ്ധ വരുമല്ലോ എന്നുള്ള ഒരു ഭയം അവരിൽ ഉണ്ടാകും. And they may have inferiority complex. They might think that I'm too short, too fat, my nose is too big. I don't want them to see all these imperfections in me. പലപ്പോഴും ഇവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുകയാണ്. അവർ വിചാരിക്കുന്നത് ഞാൻ പൊക്കം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് തടി കൂടുതലാണ്, അല്ലെങ്കിൽ എൻ്റെ മൂക്ക് വലുതാണ്, അല്ലെങ്കിൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള ആ ഭയം അവരെ ഭരിക്കുന്നു. So if I just keep quiet and not do anything, nobody's attention will come to me. ഞാനിങ്ങനെ വെറുതെ ഇരിക്കാമെങ്കിൽ, നിശബ്ദനായിട്ടിരിക്കാമെങ്കിൽ എന്നെ പിന്നെ ആരും ശ്രദ്ധിക്കത്തില്ലോ ഇല്ലല്ലോ എന്നുള്ള ചിന്ത. So
then from those that are repeatedly happening, you can pick one of them as an area where you need healing. നിങ്ങൾ ഒരു തവണയല്ല പല പ്രാവശ്യം പല ആവർത്തി ഒരേ കാര്യം തന്നെ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇത് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സൗഖ്യം വേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. So this is only for those who do not know which area they need emotion in. നിങ്ങൾക്ക് ഏത് വികാരത്തിനാണ് സൗഖ്യം വേണ്ടിയതെന്ന് അറിയാൻ കഴിയാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. Amen. ആമേൻ. So now we'll start looking at what did we mean by sin, transgression, iniquity. പാപം, അകൃത്യം, ലംഘനം അത് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. I came to the Lord in 1992. 1992 ഞാൻ കർത്താവിൽ വരുന്നത്. By the grace of God, I did not backslide. I was consistently reading the Bible, had a good prayer life, and I was growing. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഒരു തവണ പോലും പിന്മാറ്റത്തിൽ പോയില്ല. തുടർമാനമായി പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും കർത്താവിൽ നിലനിൽക്കുകയും ചെയ്തു. And I was constantly growing, started becoming did evangelism, I started growing. അങ്ങനെ ഞാൻ എൻ്റെ സുവിശേഷീകരണത്തിൽ ഞാൻ വളരുവാൻ ഇടയായി. Then I became a pastor. പിന്നീട് ഞാൻ ഒരു പാസ്റ്ററായി. So in the year, I think it was in year 2009 and 10. 2009-ലോ 2010-ലോ or could be even 2008. As I said, I have 2 children. അത് 2008-ലോ ആണെന്ന് തോന്നുന്നു. എനിക്ക് 2 മക്കളുണ്ടായി. My oldest child at that time was about 8 years old. അന്ന് എൻ്റെ കുട്ടിക്ക്, എൻ്റെ മൂത്ത മോൾക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. So and the younger one was just born. ഇളയവൾ ജനിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. And my younger child suddenly started developing pain in her abdomen. പെട്ടെന്ന് എൻ്റെ മൂത്ത മോൾക്ക് അടിവയറ്റിൽ ഒരു വേദന രൂപപ്പെട്ടു. And the pain would keep moving all the time. ഈ വേദന ഇങ്ങനെ വയറിൽ മുഴുവനും അത് വ്യാപിക്കുവാനിടയായി. So in the morning the pain might be here, in the evening pain is on this side. രാവിലെ ഈ ഭാഗത്താണ് വയറിന് വേദനയെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ മറ്റൊരു വശത്തായിരിക്കും. In the next afternoon it will be on the other side. ഉച്ച കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് വേദന മാറുകയാണ്. She was hospitalized for about 6 months. 6 മാസത്തോളം അവള് ആശുപത്രിയിലായി. I felt helpless. ഞാൻ നിസ്സഹായനുമായി. By that time I had learned a lot about how to pray. അന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. I'm always looking for new techniques to pray. പ്രാർത്ഥിക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ, സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ അത് ഞാൻ പഠിക്കുമായിരുന്നു. So I would if I'm coming and say, suppose I come for a seminar, I would listen, how does Pastor Binoy pray? I want to copy him. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സെമിനാറിൽ സംബന്ധിക്കുകയാണെങ്കിൽ പാസ്റ്റർ ബിനോയ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ അതുപോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കും. Then I go to another seminar or listen to audio tapes. I would be listening. How many hours did that pastor or that leader pray? How they prayed, so that I can copy them. ഇനി മറ്റൊരു കോൺഫറൻസിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഞാൻ ഓഡിയോ ടേപ്പ് കേൾക്കും. എന്നിട്ട് ആ പാസ്റ്റർ എത്ര സമയം പ്രാർത്ഥിച്ചു അതുപോലെ ഞാനും ചെയ്യുവാനായിട്ട് പലപ്പോഴും നോക്കും. Are you understanding? So I already knew many techniques of prayer. അതുകൊണ്ട് തന്നെ പലരിൽ നിന്നും ഞാൻ നേരിട്ട് പ്രാപിച്ചതായ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട പല വിധങ്ങൾ എനിക്കറിയാം. And so every time my child was sick, I will use one of these techniques to pray. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഈ അടിവയറിലും വേദന ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ സമയത്തും മാറി മാറി വരുമ്പോൾ ഞാൻ ഈ പല ദൈവദാസന്മാരുടെ പല ടെക്നിക്കുകളും ഞാൻ ഇങ്ങനെ പരീക്ഷിക്കും. I tried all these techniques, but my daughter's pain did not go. ഞാൻ ഈ ടെക്നിക്കുകളെല്ലാം ഞാൻ പരിശ്രമിച്ചു നോക്കി, പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. എൻ്റെ മോളുടെ വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. Her pain was so intense that she will roll on the floor with pain. ചിലപ്പോൾ വേദന കൂടുന്ന സമയത്ത് അവള് നിലത്ത് കിടന്ന് ഉരുളും. It was very severe. അത് വളരെ കഠിനമായിരുന്നു. And her pain was so severe that, I remember we had hospitalized her, put her in the hospital. അവളുടെ വേദന അത്ര കഠിനമായിരുന്നത് കൊണ്ട് പലപ്പോഴും അവളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാറുണ്ടായിരുന്നു. For 6 months she was hospitalized. 6 മാസത്തോളം അവൾ ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു. The doctors would
were not able to make a decision whether to do a surgery or not because her pain kept moving. ഈ വേദന ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രമല്ല, അത് പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മാറുന്നത് കൊണ്ട് ഡോക്ടർമാർക്കും എവിടെയാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടത്, എവിടെയാണ് ഒരു സർജറി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കും അത് നല്ല ഉറപ്പില്ലായിരുന്നു. And there in the country that I live in, ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് government takes care of everything. ഞങ്ങളുടെ ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ആളുകളുടെ പൗരന്മാരുടെ കാര്യങ്ങൾ നോക്കുന്നത്. So if one child is hospitalized for 6 months, that is a serious problem. ഒരു കുട്ടി, ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് ഒരു കുട്ടി 6 മാസം ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയൊരു ഗൗരവമായ കാര്യമാണെന്ന് അവർക്കറിയാം. They will have to answer to the authorities of why they were not able to solve the problem. എന്തുകൊണ്ട് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് അധികാരികൾക്ക് ഈ ആശുപത്രിക്കാര് അത് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. This hospital that she was in, I think it was a 500-bed hospital, but the CEO or the chief medical officer was directly supervising her case. ഏകദേശം 500 കിടക്കകൾ ഉള്ളതായ ഒരു വലിയ ആശുപത്രിയാണ് എൻ്റെ മകൾ കിടക്കുന്ന, ചികിത്സയ്ക്ക് കിടക്കുന്നതായ ആശുപത്രി. അതുകൊണ്ട് ഈ 6 മാസമായിട്ട് ഇവൾ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, അതിൻ്റെ CEO തന്നെയാണ് അവളെ നേരിട്ട് വന്ന് അവളെ കുറിച്ചുള്ള ചികിത്സകൾ നോക്കി നടത്തുന്നത്. So every day they will come as a team to see what is going on with her. എല്ലാ ദിവസവും ആ കുട്ടിക്ക് എന്ത് മാറ്റങ്ങൾ വരുന്നു എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് നോക്കുന്നു. No change at all. ഒരു മാറ്റവും കാണുന്നില്ല. I had also exhausted all my prayer techniques. ഞാനും എനിക്കറിയാവുന്ന രീതിയിൽ എല്ലാം പ്രാർത്ഥിച്ചു. I have never been so helpless. ഞാൻ ഒരിക്കൽ പോലും ഇത്രയും നിസ്സഹായനായിരുന്നിട്ടില്ല. This daughter could not sleep in the night. രാത്രിയിൽ എൻ്റെ മോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല. So I would put her in a wheelchair and take her in all through the hospital, walking. അതുകൊണ്ട് ചെയ്യുന്നത് എന്താണ്, അവളെ ഒരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ പരിസരം വഴിയെല്ലാം ഞാൻ രാത്രിയിൽ കൊണ്ടു നടക്കുകയാണ്. One day her pain was so intense. ഒരു ദിവസം അവളുടെ വേദന കൂടി. It was very intense. വളരെ തീവ്രമായി. And tears were flowing down her cheek. അവളുടെ കവിളുകളിൽ കൂടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയാണ്. She looked at me. ആ മോൾ എന്നെ നോക്കി. And she asked me with tears in her face, "Dad, am I dying?" അവള് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എൻ്റെ ഡാഡി, am I dying? ഞാൻ മരിക്കുവോ? Am I dying now? ഞാൻ ഇപ്പോൾ മരിക്കുകയാണോ? What is happening with me? എനിക്ക് എന്താ സംഭവിക്കുന്നത്? Even now when I think about it, I can feel my emotions coming up. അവൾ നോക്കുമ്പോൾ തന്നെ എന്ത് വികാരമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. Even now I can feel those emotions. ഇപ്പോൾ പോലും എനിക്ക് അവൾ അന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു വികാരം എനിക്ക് മനസ്സിലാവും. I can feel it now. എനിക്കത് അനുഭവിക്കാൻ പറ്റും. Are you understanding? And so I said, no, you are not going to die. God will heal you. ഞാൻ പറഞ്ഞു, മോള് മരിക്കത്തില്ല, ദൈവം നിന്നെ സൗഖ്യമാക്കും. I came home. ഞാൻ വീട്ടിൽ വന്നു. I was very devastated. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. I came before God. ഞാൻ ദൈവസന്നിധിയിൽ വന്നു. And I prayed, God, what is going on? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താ ശരിക്കും നടക്കുന്നത്? God gave me one word. കർത്താവ് എനിക്ക് ഒരു വാക്ക് തന്നു. It said iniquity. അത് അകൃത്യം എന്ന വാക്കാണ്. You have to understand that I was already a pastor at that time. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അപ്പോഴും ഞാനൊരു പാസ്റ്ററാണ്. I have been preaching the gospel for a long time. ഒരുപാട് നാളായിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളാണ്. And I thought that sin, transgression, iniquity all meant the same thing. ഞാൻ വിചാരിച്ചിരുന്നത് പാപം എന്ന് പറഞ്ഞാലും ലംഘനമെന്ന് പറഞ്ഞാലും അകൃത്യമെന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ്, ഒരുപോലാണെന്നാണ് വിചാരിച്ചത്. Because I had not spent time to study these words. ഈ വാക്കുകളെ പഠിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. But when God gave me this word, I immediately went to all the pastors that I know, and I asked them, what does iniquity mean? ഈ അകൃത്യം എന്ന വാക്ക് എന്നോട് ദൈവം പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാവുന്ന കുറെ പാസ്റ്റർമാരുണ്ട്. അവരുടെ എല്ലാം അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് അകൃത്യം എന്ന വാക്കിന്റെ അർത്ഥം? None of them could explain. ആർക്കും അത് വിശദീകരിച്ചു തരാൻ കഴിഞ്ഞില്ല. I came before God again. എന്നാൽ വൈകുന്നേരം ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ വന്നു. I said, God, can you halt the sickness in my daughter's life? ഞാൻ ചോദിച്ചു, കർത്താവേ, എൻ്റെ മകള് അനുഭവിക്കുന്ന ഈ വേദനയൊന്ന് നിർത്താൻ പറ്റുമോ? I promise you that I will study sin, transgression, iniquity.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, വാക്ക് തരുന്നു, പാപം, അകൃത്യം, ലംഘനം ഇവ എന്താണെന്ന് ഞാൻ പഠിക്കും. And there began my journey to understand the difference between sin, transgression, iniquity, and the effect of that on my life. അവിടം തൊട്ടാണ് യഥാർത്ഥത്തിൽ പാപം, ലംഘനം, അകൃത്യം ഇവ എന്താണെന്ന് പഠിക്കാനുള്ള എൻ്റെ ജീവിത യാത്ര ഞാൻ ആരംഭിക്കുന്നത്. And this is what I found. Leviticus chapter 16 verse 21. ലേവ്യ പുസ്തകം 16:21 വാക്യത്തിൽ നമ്മൾ ഇതാണ് ഞാൻ അവിടെ കണ്ടത്. So I started studying all these three words. ഇത് 3 വാക്കുകളും ഞാൻ പഠിക്കാൻ തുടങ്ങി. And then I realized that actually all three are different. They are not the same thing. ഇത് 3 ആണ്, ഒന്നല്ല എന്ന് അവിടെയാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. Here we find that Aaron lays hand over the goat and prays over it. ഇവിടെ അഹരോൻ അതിന്റെ തലയിൽ കൈവച്ച് അതിനെ പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. So if all of them were the same word, then God will not have repeated it. ഇത് 3 ഒന്നായിരുന്നെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ദൈവം അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. So I realized that they must be meaning different things. ഇതിന് 3നും 3 അർത്ഥമാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. So can you read that scripture, Pastor? ലേവ്യ പുസ്തകം 16:21. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞു കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. So I realized that actually this is what he did. He lay hands and transferred of the sin, transgression, iniquity of the whole community onto that goat. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അഹരോൻ മുഴുവൻ ഇസ്രായേലിൻ്റെയും ആ ലംഘനങ്ങളും അകൃത്യങ്ങളും പാപങ്ങളും ഈ ആട്ടുകൊറ്റന്റെ തലയിലേക്ക് ചുമത്തുകയാണ്, അതിലെ അങ്ങോട്ട് പകരുകയാണ് ചെയ്തത്. So effectively all three words mean the same thing, different thing. ഇത് 3 കാര്യങ്ങളാണ്, വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ആ ഭാഗത്തു നമുക്ക് മനസ്സിലാകും. So immediately what I started doing is I started studying these words individually. ഇത് ഓരോന്നിനെയും പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങി. You will find that all these three words are distinctly shown in all the three or multiple times in the scriptures. വിശുദ്ധ തിരുവെഴുത്തിൽ പല സമയത്ത് പല പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ 3 പദങ്ങളും. Exodus chapter 34 verse 7. പുറപ്പാട് പുസ്തകം 34:7 വാക്യത്തിൽ 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. So it talks about he keeps the record of all these three things. ഇത് 3 കാര്യങ്ങളും എഴുതി വെക്കുന്ന, അതെല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. Then you look at Daniel and it says that I have shown mercy to 1,000 generations. അവിടെ കർത്താവ് പറയുന്നുണ്ട് 1000 തലമുറയ്ക്ക് ഞാൻ ദയ കാണിക്കുന്ന ദൈവമാണെന്ന്. Daniel chapter 9 verse 24. ദാനിയേൽ 9:27 വാക്യം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. Are you understanding? So this word is used continuously in the Bible. ഈ വാക്ക് മ്ലേച്ഛത എന്ന വാക്ക് അല്ലെങ്കിൽ അത് പല പ്രാവശ്യം വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. So what is the word sin as far as Hebrew language is concerned? എബ്രായ ഭാഷയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാപം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Sin is an event or it's a single event. പാപം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു സംഭവമാണ്. And it means missing the mark. പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നാണ്. It also means that getting off the road. അല്ലെങ്കിൽ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുക. Not reaching where you are supposed to reach.
നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്താതിരിക്കുക, or not achieving the standards that you are supposed to achieve. നിങ്ങൾ എത്തപ്പെടേണ്ടതായ നിലവാരത്തിൽ എത്താൻ കഴിയാതിരിക്കുക. So, in other words, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ Jesus says this: യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, I came to save the lost. കാണാതെ പോയവരെ രക്ഷിപ്പാനല്ലോ ഞാൻ വന്നത്. What did he mean by that? എന്താണ് യേശു കാണാതെ പോയവരെ രക്ഷിപ്പാനല്ലോ വന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? So, say for example, Pastor Binoy came to pick me up today. ഈ കാണാതെ പോവുക എന്നുള്ളതിന് വളരെ ബൃഹത്തായ ഒരു അർത്ഥമാണ്. ഉദാഹരണത്തിന്, പാസ്റ്റർ ബിനോയ് എന്നെ ഇന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് എന്നെ കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ, So I sent him my home address. ഞാൻ എൻ്റെ വീടിന്റെ അഡ്രസ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. I sent him the location. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. And I'm waiting for him. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. After a while, suppose Pastor Binoy calls me, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബിനോയ് പാസ്റ്റർ എന്നെ വിളിക്കുന്നു, or I call him, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. and I say, Pastor, where are you? ഞാൻ ചോദിക്കുന്നു, പാസ്റ്റർ എവിടാണ്? Oh, I don't know where I am on this road, and I could not find your house. പാസ്റ്റർ പറയുന്നു, ഞാൻ എവിടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പാസ്റ്ററുടെ അല്ലെങ്കിൽ അങ്ങയുടെ വീട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. So Pastor Binoy had a destination to come to. ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർ ബിനോയ്ക്ക് എത്തിച്ചേരേണ്ടതായ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. But he got lost. എന്നാൽ അദ്ദേഹത്തിന് ആ വഴി നഷ്ടപ്പെട്ടു. Are you understanding? So that is what Jesus said, that I have come to save the lost. അതാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ കാണാതെ പോയവരെ രക്ഷിപ്പാനാണ് വന്നതെന്ന്. So what he is saying is, താൻ പറയുന്നത്, when Pastor or I were born, പാസ്റ്ററോ അല്ലെങ്കിൽ ഞാനോ ജനിക്കുമ്പോൾ, we were supposed to be born and then go, our destination is heaven. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്നത് സ്വർഗമാണ്. So there is a single road to go to heaven. സ്വർഗത്തിലേക്ക് പോകാൻ നേരെ ഒരു വഴിയുണ്ട്. But if I get distracted, പക്ഷെ ഞാൻ അതിൽ നിന്നും മാറി അകന്ന്, I get distracted, I go to the pub, ഞാൻ പബ്ബുകളിൽ ചെല്ലുന്നു, I go to the കള്ള് shop, ഒരു കള്ള് ഷാപ്പിൽ ചെല്ലുന്നു പോകുന്നു, if I go to the club, പിന്നെ ഞാൻ അവിടെ നിന്നൊരു ക്ലബിലേക്ക് പോകുന്നു, I go to the cinema hall, ഞാൻ ഒരു സിനിമാ ശാലയിലേക്ക് പോകുന്നു, and I'm not watching normal things, I'm watching very abnormal things. ഞാൻ കാണേണ്ട കാര്യങ്ങളല്ല, കാണേണ്ടാത്തതെല്ലാം കണ്ടോണ്ടിരിക്കുന്നു. The destination is I'm supposed to go this side. ശരിക്കും ചിന്തിച്ചാൽ ഞാൻ പോകേണ്ട വഴി അതൊന്നുമല്ല, നേരെ ഒരൊറ്റ വഴിയായിരുന്നു. And I am getting distracted with all these things. പക്ഷെ ഞാൻ കള്ള് ഷാപ്പിന്റെ അതിലെ കൂടെ പോകുന്നു, സിനിമാ കോട്ടയുടെ അതിലെ പോകുന്നു, മറ്റേ മറിച്ച് ക്ലബിലേക്ക് അതിലൂടെ എല്ലാം പോകുന്നു. Are you understanding? It means I am lost. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പോകേണ്ട വഴിയല്ല പോകുന്നത്, ഞാൻ അതിലെല്ലാം കാട് കയറി പോവുക. That's the right word, kaad keri pova. So Jesus came, found me and brought me back on this track again. എന്നാൽ യേശു വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ഞാൻ വേണ്ടാത്തടത്തൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുക. കർത്താവ് എൻ്റെ പുറകെ വന്ന് എന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ഞാൻ പോകേണ്ട സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. Are you understanding? So sin is like if there was a round point in the middle of this one. ഈ സ്ക്രീനിന്റെ ഒത്ത നടുഭാഗത്ത് ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. So if the boys standing on the camera, if they shoot and they hit the middle, it called bull's eye, or you have hit the target. ഇപ്പൊ അവിടെ ക്യാമറയിൽ നിൽക്കുന്ന മോൻ അതിന്റെ മധ്യഭാഗത്തേക്ക് ഒരു അമ്പെയ്യുകയാണെങ്കിൽ, കൃത്യം നടുഭാഗത്ത് കൊള്ളുകയാണെങ്കിൽ അവൻ ലക്ഷ്യത്തിലെത്തി. But if he does not hit the center, പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ ആ മോൻ അത് ആ നടുഭാഗത്തല്ല എത്തിച്ചതെങ്കിൽ, as per Hebrew language, that is called sin. എബ്രായ ഭാഷ പ്രകാരം അവൻ ലക്ഷ്യത്തിലെത്തിയില്ല. So even in English language, the word sin comes from archery. ആർച്ചറി അല്ലെങ്കിൽ അമ്പെയ്ത്ത് എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഈ പാപം എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ സിൻ എന്ന വാക്കിന്റെ അർത്ഥം വന്നത്. So where I aim and I hit the center point, they will say bull's eye, or they say I hit the mark.
But if I miss it, the judge will say, sin. ഇപ്പോൾ അവിടെ ഒരു അമ്പെയ്ത്തുകാരൻ നിൽക്കുകയാണ്. ആ ഒരു നടുഭാഗത്തേക്ക് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് അമ്പ് എയ്ത് വീഴ്ത്തുകയാണെങ്കിൽ, അവിടെ തറയ്ക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ, ആ വ്യക്തി അവിടെ നേടി എന്ന് പറയാം. ഇനി ആ റൗണ്ടിൻ്റെ വെളിയിലാണ്, സർക്കിളിൻ്റെ വെളിയിലാണ് ഈ ഇങ്ങേരുടെ അമ്പ് ചെല്ലുന്നതെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ജഡ്ജ് ഉണ്ട്, അല്ലെ ഒരു അമ്പയർ ഉണ്ട്. അദ്ദേഹം പറയും ആ ലക്ഷ്യം തെറ്റി എന്ന് വിളിച്ചു പറയും. They will say sin. അതൊരു പാപമെന്ന് പറയും. That is what they will use the word sin, pabam, when we miss the center point. ആ കൃത്യം നടുഭാഗം, മധ്യഭാഗം നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേ വിളിച്ചു പറയും പാപം. Are you understanding? That is how the English term sin is used. Hebrew language also same thing. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പാപമെന്നും സിന്നെന്നും, അത് എബ്രായ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്താതെ പോയി എന്ന് വിളിച്ചു പറയുന്നത്. So many times we don't understand what sin is. പലപ്പോഴും പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. Before I got saved, I had some people who came to visit me. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ സന്ദർശിച്ച കുറച്ച് ആളുകളുണ്ട്. So they would tell me, "Oh, do you want to confess your sin and you want God to forgive you?" അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ദൈവം നിങ്ങളുടെ പാപം ക്ഷമിക്കണമെന്നും അത് ഏറ്റുപറയണമെന്നും ആഗ്രഹമുണ്ടോ? I would say, I have not raped anybody, I have not kidnapped anybody, I have not robbed a bank, I don't have sin in my life. ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തില്ല, ബലാത്കാരമായിട്ട് പെരുമാറിയിട്ടില്ല, ഞാനൊരു ബാങ്ക് കൊള്ളയടിച്ചില്ല, ഞാൻ ആരുടെ അപഹരിച്ചില്ല, മോഷ്ടിച്ചില്ല, ഞാൻ ആരെയും കൊന്നില്ല. Have you heard that kind of argument before? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? I would say there is no sin in my life because I have not done these things. ഞാൻ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട്, കൊലപാതകം ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, പിടിച്ചുപറിച്ചിട്ടില്ല, ബാങ്ക് മോഷ്ടിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാനൊരു പാപവും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന. I would tell them in Malayalam that ഞാൻ ആരുടെയും പെണ്ണിനെ എടുത്തോണ്ട് ഓടി പോയിട്ടില്ല. ഞാൻ മലയാളത്തിൽ പറയും, ഞാൻ ആരുടെയും പെണ്ണ് പിടിക്കാനൊന്നും പോയില്ലല്ലോ. Are you understanding? Because they could not explain sin to me. കാരണം ഈ എൻ്റെ അടുക്കൽ വന്ന ആളുകൾക്ക് പാപം എന്താണെന്ന് എന്നോട് പറഞ്ഞു തരാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. Are you understanding? So when I miss the mark, when I miss the standard, when I get off the track, that is called sin. പ്രിയരെ, യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലക്ഷ്യം കാണാതിരിക്കുക, നമ്മൾ നടക്കേണ്ടുന്ന വഴിയിൽ നിന്ന് നമ്മൾ മാറി നടന്നു പോകുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So God's standard is different from our standard. നമ്മുടെ നിലവാരത്തിൽ നിന്നും വിഭിന്നമാണ് ദൈവത്തിന്റെ നിലവാരം. Say for example, ഉദാഹരണത്തിന്, how many of you have got fear and worry? നിങ്ങൾക്ക് ഭയവും ഉത്കണ്ഠ ആകുലതയും ഉള്ളവർ എത്ര പേരുണ്ട്? പേടി. Come on, let's be honest, come on. സത്യസന്ധമായി പറഞ്ഞേ, ഭയമുള്ളവര് എപ്പോഴും എന്തിനെ കുറിച്ചെങ്കിലും വിചാരം. If you tell somebody that I'm worried about something, what they will say is, it is okay, I also have worry problem. നമ്മൾ ആരോടെങ്കിലും പറയും, ഞാൻ ഈ വിഷയം ഓർത്ത് വളരെ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞറിയാം, കുഴപ്പമില്ല, അതൊക്കെ മാറും, എനിക്കും ഇതേ പ്രശ്നമുണ്ടെന്ന്. Am I right? If we were to step back and understand what is worry or fear. നിങ്ങൾ പുറകോട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്താണ് ആകുലപ്പെടുക, ഭയപ്പെടുക, ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. Now pastor, as I said, pastor came to pick me up. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ എന്നെ കൊണ്ടുവരാനായിട്ട് വന്നു. He said, at this time I will be there. ഇത്ര സമയമാകുമ്പോൾ ഞാൻ അവിടെ എത്തും. When he reaches there, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ, when he comes to pick me up, he looks everywhere and I'm not there. ഞാൻ പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. He calls me. താൻ എന്നെ വിളിക്കുന്നു. And he says, pastor, I am at your house, where are you? ബിനോയ് പാസ്റ്റർ പറയുകയാണ്, പാസ്റ്റർ ഞാൻ വീട്ടിൽ വന്നു, പാസ്റ്റർ എവിടാണ്? I say, pastor, I was not sure whether he would really come, so what I did is I called this pastor and I asked him to pick me up. I say, pastor, I was not sure that you will really come to pick me up. പാസ്റ്റർ എന്നെ കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് ഞാൻ ഓർത്തില്ല. I was not sure if you would really come. പാസ്റ്റർ ശരിക്കും വരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. So what I did is I called up Pastor James and said, Pastor James, can you pick me up? ബിനോയ് പാസ്റ്ററോട് വരണമെന്ന് പറഞ്ഞെങ്കിലും പാസ്റ്റർ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നത് കൊണ്ട് എന്നെ വന്ന് കൊണ്ടുപോകാൻ ഞാൻ ജെയിംസ് പാസ്റ്ററോട് പറഞ്ഞു. And so Pastor James picked me up. അങ്ങനെ പാസ്റ്റർ ജെയിംസ് എന്നെ കൊണ്ടുപോയി. What do you think
Pastor Binoy will feel now. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഈ പണി ചെയ്താൽ പാസ്റ്റർ ബിനോയ്ക്ക് എന്ത് തോന്നും? God says, I will take care of your needs. കർത്താവ് പറഞ്ഞത്, മകനെ മകളെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കോളാം. Am I right? And when I am worried or I feel anxious, ഞാൻ ആകുലപ്പെട്ടപ്പോൾ, ഞാൻ ഉത്കണ്ഠപ്പെട്ടപ്പോൾ, what do you think God is feeling? ദൈവത്തിന് എന്ത് തോന്നുമെന്നാ നിങ്ങൾ ചിന്തിക്കുന്നത്? What is my thinking behind that thinking that I am worried about this? ഞാൻ ഉത്കണ്ഠപ്പെടുന്നതായ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ഞാൻ ചിന്തിക്കുന്നുവെന്ന് ദൈവം എന്ത് വിചാരിക്കും? So if I am worried about something, what is the thinking pattern behind it? ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടുകയാ, ഇങ്ങനെ വിചാരപ്പെടുകയാ, അതിൻ്റെ പിന്നിലുള്ളതായ ആ ചിന്ത എന്താണ്? I am saying, suppose this Pastor James is not James, he is God. ജെയിംസ് ദൈവമാണെന്നിരിക്കട്ടെ ഉദാഹരണത്തിന്. So I am thinking, I don't think he can meet my need. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവത്തിന് എൻ്റെ ആവശ്യമൊന്നും നിറവേറ്റാൻ പറ്റുകയില്ല. Therefore I have to meet my own need. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറണം. And so I am starting to think, how will I solve it? അതുകൊണ്ട് ദൈവം പറഞ്ഞെങ്കിലും ദൈവം നടത്തത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെതായ വഴിയിൽ കൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റാനുള്ള ചിന്തകൾ തുടങ്ങുകയാണ്. Are you understanding? That is sin. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതാണ് പാപം. Are you understanding? What we are saying to God is, God, you don't care about me, you don't value me, you do not understand my problem, therefore I will carry it myself. നമ്മൾ പറയാതെ പറയുക ദൈവത്തോട്, എൻ്റെ പൊന്നു കർത്താവേ, നീ വെറുതെ അവിടെ നിന്ന് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ കാര്യമൊക്കെ നോക്കി നടത്തിക്കോളാം, നീ എന്നെക്കുറിച്ച് ആകുലപ്പെടുകയൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നതും ഭാരപ്പെടുന്നതൊക്കെ ഞാൻ ചിന്തിച്ചോളാം, ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ്തോളാം. I want you to go to 1 Samuel chapter 15. എല്ലാവരും 1 ശമൂവേൽ 15-ാം അധ്യായം. Now, how many of you are involved in witchcraft? എത്ര പേര് ആഭിചാരം ചെയ്യാൻ പോകാറുണ്ട്? How many of you do that now? ഇപ്പോൾ എത്ര പേര് ചെയ്യുന്നുണ്ട് ആഭിചാരം, കൂടോത്രം? Nobody will put your hand up. എനിക്കറിയാം, ആരും കൈപൊക്കത്തില്ല. Because you are all very nice. കാരണം നിങ്ങളെല്ലാം അത്ര നല്ല ആളുകളാണ്. But that is because our definition of witchcraft is very small. കാരണം നമുക്ക് നമ്മുടെ ആ നിർവചനമുണ്ടല്ലോ ആഭിചാരം എന്നതിനെ കുറിച്ച്, അത് വളരെ ചെറുതാണ്. In 1 Samuel chapter 15 verse 23, there is a definition of witchcraft. 1 ശമൂവേൽ 15:23 അതിനെക്കുറിച്ച്, ആഭിചാരത്തെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. മത്സരം ആഭിചാര ദോഷം പോലെയും. Okay. Malsaram. മത്സരം. So rebellion is like witchcraft. മത്സരിക്കുന്നത് ആഭിചാരം പോലെ തന്നെയാണ്. Are you understanding? When we rebel against something, we rebel against what God is saying, we rebel against what the community is saying, we rebel against that, we are actually involved in witchcraft. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമൂഹം പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ പറയുന്നതോ അല്ലെങ്കിൽ ദൈവം പറയുന്നതോ വചനം പറയുന്നതോ അതിനെതിരായിട്ട് നമ്മൾ എപ്പോൾ മത്സരിച്ചാലും ആ മത്സരം എന്ന് പറയുന്നത് ആഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. Are you understanding? So when I'm rebellious, I'm involved in witchcraft. ഞാൻ മത്സരിക്കുമ്പോൾ ആഭിചാരത്തിൽ ഞാൻ മുഴുകുകയാണ്. I want to show you rebellion in another way. മറ്റൊരു രീതിയിൽ മത്സരം എന്താണെന്ന് ഞാൻ കാണിക്കാം. Or witchcraft in another way. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താണ് ആഭിചാരം എന്ന് മനസ്സിലാക്കി തരാം. Say for example, if I know that if I show lot of anger and Pastor James will be afraid of me, I am doing witchcraft on him to control his behavior. What is the purpose of witchcraft? ഒരു ആഭിചാരത്തിന്റെ, നമ്മളിപ്പം സാധാരണ കൂടോത്രം എന്ന് പറയും, ഈ കൂടോത്രത്തിന്റെ ഒക്കെ പിന്നിലെ ഉദ്ദേശം എന്താണ്? നമ്മൾ എന്നെക്കുറിച്ച് പാസ്റ്റർ ജെയിംസ് വളരെയധികം ഭയപ്പെടുകയാണ്. കാരണം താൻ ആഭിചാരം ചെയ്ത് എന്നെ വരുതിയിൽ നിർത്താൻ തനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നു. So the purpose of witchcraft is to control somebody else's behavior.
ഒരാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആഭിചാരത്തിന്റെ പിന്നിലെ ഉദ്ദേശം. Are you understanding? Suppose Pastor James has got lot of property. I want him to sign the property over to me. പാസ്റ്റർ ജെയിംസിന് ഒരുപാട് വസ്തുവുണ്ട്. ആ വസ്തുവിന്റെ ആ ആധാരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി എഴുതി സൈൻ ചെയ്യാനായിട്ട് പാസ്റ്റർ ജെയിംസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഭിചാരം ചെയ്യുന്നു. So I will go and talk to Pastor James and saying, Pastor James, can you give me the property? ഞാൻ പാസ്റ്റർ ജെയിംസിന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് ഈ വസ്തു എഴുതി തരാൻ പറ്റുമോ? Pastor James says no. ഇല്ലെന്ന് പറഞ്ഞു. I say, okay, no problem. കുഴപ്പമില്ല. I go to the guy who does witchcraft. ഞാൻ നേരെ തിരിഞ്ഞു പോകുന്ന എങ്ങോട്ടാണ്? ആഭിചാരം ചെയ്യുന്നവന്റെ അടുക്കലേക്ക് പോകുന്നു. Are you understanding? And then I will get him to do some witchcraft so that he will sign over the property to me. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആഭിചാരം ചെയ്ത് പാസ്റ്റർ ജെയിംസ് എനിക്ക് അത് എഴുതി തരാനായിട്ട് തന്റെ മനസ്സ് അങ്ങനെ തോന്നാൻ വേണ്ടി ഞാൻ ആഭിചാരം ചെയ്യുന്നു. So what is the intention behind witchcraft? ഈ വിച്ച്ക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ആഭിചാരത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? To control somebody else's behavior. ആരുടെയോ ചിലരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി. Are you understanding? So we bring this kind of behavior into our homes as well. ആമേൻ. ഇത് നമ്മളുടെ സ്വന്തം വീട്ടിലേക്കും ഇതേ അനുഭവങ്ങളെ കൊണ്ടുവരുന്നു. So I come home and I want my children and my wife to follow what I say. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം. So if I want them to behave like that, what I will do is when I come, I will go. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം. അതിന് ഞാൻ വന്ന ഉടൻ തന്നെ വീട്ടിൽ മേശയുടെ മുകളിലേക്ക് ഒറ്റയടിയാ. Are you understanding? What that creates is it creates a fear in somebody and their behavior changes accordingly. ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ വീട്ടിലുള്ളവരുടെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാകണം, ഒരു ഭയം ഉണ്ടാകണം, അവർ എന്നെ അനുസരിക്കുന്നത് പോലെ. Sometimes the wife also does that. ചിലപ്പോൾ ഭാര്യയും അങ്ങനെ ചെയ്യാറുണ്ട്. If they are not very happy with what is going on in the house, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര സന്തോഷമല്ലെങ്കിൽ then they will burn the dosha and you get burnt dosha. അവർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവർക്ക് നമ്മളുമായിട്ട് നല്ല സന്തോഷമല്ലെങ്കിൽ നമുക്ക് കൊണ്ടുതരുന്ന ദോശയുണ്ടല്ലോ, ഭയങ്കരമായിട്ട് അങ്ങ് കരിച്ചു കൊണ്ടുതരും. Are you understanding? Put some salt, extra salt in the curry. സാമ്പാറിനകത്തൊക്കെ ആവശ്യത്തിലും അധികം ഉപ്പ് അങ്ങോട്ട് കലക്കി തരും. Are you understanding? Why? Because they want to tell you that I'm not very happy. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് അത്ര സന്തോഷമില്ല എന്ന് നമ്മളെ വെളിപ്പെടുത്തുക. I want to control your behavior. നിങ്ങളുടെ ആ സ്വഭാവത്തെ എനിക്ക് നിയന്ത്രിക്കണം. അവിടെ നമ്മൾ വായിച്ചത് ഇതാണ്, 1 ശമൂവേൽ 15:23. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. So if I ask all of you, how many of you are involved in idolatry? How many of you are involved in puja? Nobody will put your hand up. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആരെങ്കിലും വിഗ്രഹാരാധന നടത്തുന്നവരുണ്ടോ, പൂജ നടത്തുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കൈപൊക്കത്തില്ല. How many of you have got shatyam in your life? Put your hand up. ശാഠ്യം ഉള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കൈ ഒന്ന് പൊക്കിക്കേ. I'm not asking you to put your hand up. Don't put your hand up. I'm just saying. ഞാനിപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആരും കൈ പൊക്കുമെന്ന് എനിക്കറിയാം. How many of when we have got stubbornness in us, ശാഠ്യം നമ്മിൽ ഉണ്ടാകുമ്പോൾ we are actually doing idolatry. ശാഠ്യം വന്നെങ്കിൽ നമ്മൾ വിഗ്രഹാരാധനയാ ചെയ്യുന്നത്. Are you understanding? Say for example, I decide that I will wear only these clothes. ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഈ വസ്ത്രം മാത്രമേ ധരിക്കത്തുള്ളൂ. All right. Now Pastor James and Pastor Binoy, they all tell me, no Pastor, this is not looking good, you need to change it. പാസ്റ്റർ ബിനോയ് പറഞ്ഞു, പാസ്റ്റർ ജെയിംസ് പറഞ്ഞു, ഇത് കൊള്ളത്തില്ല, ഇത് നല്ലതല്ല, ഇത് മാറണം. But I am stubborn. No, doesn't matter who tells me, I am not going to change. പക്ഷേ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇത് മാറത്തില്ല, ഞാൻ ഇത് തന്നെ ഇടത്തുള്ളൂ. Why? Because in my mind I have already got an image or an idol that when I wear it like this, I look like this.
കാരണം ഞാനിത് മാറത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാം, എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കയറിക്കഴിഞ്ഞ് ഞാൻ ഇത് ധരിച്ചു കഴിയുമ്പോൾ ഞാൻ ആരെയോ പോലെ ആയിരിക്കുമെന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. I have looked at the movie and I saw Shah Rukh Khan wear a t-shirt and a pant like this, so when I wear it, I also look like Shah Rukh Khan. ഞാൻ സിനിമ കണ്ടപ്പോൾ ഷാരൂഖ് ഖാൻ ഇതുപോലെ ഒരു കറുത്ത ടീഷർട്ടും ഇതുപോലെ ഒരു പാൻസുമാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിട്ട് കഴിയുമ്പോൾ ഞാനും ഷാരൂഖ് ഖാനെ പോലെയാകും. Are you understanding? I have already got an idol in my heart. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇപ്പോഴേ ഒരു വിഗ്രഹം ലഭിച്ചു കഴിഞ്ഞു. You know, many times when you have little children, you want to comb their hair like this, they will say not like that, hold like this. If you ask them why you want it like that, they will say that is because the soccer player Messi has a haircut like this. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവര് നമ്മൾ പറയണം ഇങ്ങനെ മുടി ചെയ്യാൻ പറയുമ്പോൾ അവര് പറയില്ല ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ചോദിക്കും എന്താ കാര്യം ചോദിക്കും, പറയും ഫുട്ബോൾ പ്ലെയർ ആയിരിക്കുന്ന മെസ്സി ഇതുപോലെയാണ് മുടി ചെയ്യുന്നത്, അങ്ങനെ അവൻ ചെയ്യത്തുള്ളൂ. Are you understanding? We have images in our heart and we want to follow that. That is why it is equivalent to idolatry. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരെയോ നമ്മുടെ ഒരു പ്രതിഷ്ഠ, ഒരു വിഗ്രഹം നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ട്, അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതാണ്. അതിനാണ് ശാഠ്യം എന്ന് പറയുന്ന. ആ ശാഠ്യം അവൻ വിഗ്രഹാരാധന പോലെയാണ്. So somebody has said something, you have seen something, and that takes a root in your heart and you become very stubborn that I will not be different, I will not change. ഞാൻ ഒരിക്കലും മാറത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആകത്തുള്ളൂ. അത് വേര് പിടിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ശാഠ്യം കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. So are you understanding? That is sin. അത് പാപമാണ്. So we would have never thought that a behavior like this will actually be considered as witchcraft or will be considered as idolatry. നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണത്തില്ല ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, ഈ ശാഠ്യം വിഗ്രഹാരാധനയും ആഭിചാരവും പോലെ ആയി തീരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച്.